അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മംഗലത്ത് തറവാടിൻ്റെ മുറ്റത്ത് ഒരു കൂറ്റൻ പന്തൽ ഉയർന്നിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ മുനീറിൻ്റെ വിവാഹം. മുനീർ വന്നിട്ട് നാളേക്ക് ഏകദേശം ഒരാഴ്ചയായി. അല്ലെങ്കിലും ആഴ്ചകളും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളൊന്നും കടന്നു പോകാൻ ഇന്നത്തെ കാലത്ത് വലിയ താമസമില്ലല്ലോ അല്ലേ? ഐഷുമ്മ വീട്ടിൽ ആകെ ഓടി നടക്കുകയാണ്. കാരണം ഉള്ളി തൊലിക്കാനും അതുപോലെ തന്നെ സൊറ പറയാനുമായിട്ട് കുറേ അയൽവാസികൾ പെണ്ണുങ്ങൾ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ പൊങ്ങച്ചം വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർക്കിടയിലൂടെ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഐഷുമ്മ ഓടി നടക്കുകയാണ്. എൻ്റെ മഹറാണ് നമ്മുടെ മുനീർ റഹീമാക്ക് കൊടുക്കാൻ പോകുന്നത്. അതെല്ലാം ഐഷുമ്മ തൻ്റെ കൂട്ടുകാരികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വീമ്പ് പറയുന്നുണ്ട്. 100 പവനെങ്കിലും കാണാതിരിക്കില്ല. ബഷീർ മുതലാളി എന്നാണ് നമ്മുടെ റഹീമാൻ്റെ ഉപ്പാനെ നാട്ടുകാർ വിളിക്കുന്നത്. കാരണം അവിടുത്തെ ചെറിയൊരു കോടീശ്വരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ 100 പവനും ഒരു 10 ലക്ഷവും ഒരു കാറുമൊക്കെയാണ് നമ്മുടെ ഐഷുമ്മ മരുമകൾക്കായി പ്രതീക്ഷിക്കുന്നത്. തന്നെയാണ് അവർ 10 പവൻ്റെ മഹറെടുക്കാൻ കാരണം. 100 പവൻ കിട്ടുമ്പോൾ 10 പവൻ മഹർ കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ വില കൂടിയ ഡ്രസ്സുകളും ഫാൻസികളും എല്ലാം അവർ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ പറയാണ്, ഈ ഒരു കല്യാണമാണ് ഞാൻ സ്വപ്നം കണ്ടത് എൻ്റെ മോൻക്ക്. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ നന്നായി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുനീറിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. അധികം ആരും വന്നിട്ടില്ല. അവൻ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. കാരണം സുമിയെ അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ വീട്ടിൽ വരുമ്പോഴെല്ലാം അവൾ അവരോട് വളരെ നന്നായിട്ടാണ് പെരുമാറിയിരുന്നത്. ഐഷുമ്മ മുനീറിൻ്റെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ അവരെ യാതൊരു മൈൻഡും ചെയ്തിരുന്നില്ല. എന്നാൽ സുമിയാവട്ടെ അവർക്കുള്ള ചായയും പലഹാരങ്ങളും എല്ലാം കൊടുക്കും. അവരോട് വളരെ നന്നായി പെരുമാറും. അതുകൊണ്ട് തന്നെ മുനീറിൻ്റെ കൂട്ടുകാർക്കെല്ലാം സുമിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുനീർ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനോട് അവർക്ക് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. അവൻ വിവാഹത്തിന് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വരില്ല എന്ന് അവൻ്റെ സുഹൃത്തുക്കളിൽ പലരും പറഞ്ഞിരുന്നു. ആകെ 2-3 സുഹൃത്തുക്കൾ മാത്രമാണ് വന്നിരുന്നത്. കല്യാണത്തിൻ്റെ തലേ ദിവസം വന്ന 2-3 കൂട്ടുകാർ തന്നെ അവനോട് അതിൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എടാ മുനീറെ, വേണ്ടിയിരുന്നില്ലടാ ഇങ്ങനെയൊരു കല്യാണം. ആ സുമി അവൾ എത്ര പാവമായിരുന്നു. നീ എന്തിനാണ് അവളെ ഒഴിവാക്കിയത് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ മുനീർ അവരോട് മറുപടി പറഞ്ഞത്, നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മൂഡ് കളയാതെടാ, നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. കല്യാണത്തിൻ്റെ വിവരം പറഞ്ഞുകൊണ്ട് ഐഷുമ്മ ജുമാനയെയും വിളിച്ചിരുന്നു. എടി, നീ വരുന്നില്ലേ മുനീറിൻ്റെ കല്യാണത്തിന്? ഉപ്പാനെ കൊണ്ടുവരണ്ട, ഉപ്പാക്ക് നടക്കാനൊന്നും കഴിയാത്തതല്ലേ, നീ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജുമാനയെ വിളിച്ചിരുന്നു. എന്നാൽ ജുമാന അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങളായി ഉണ്ടാക്കിയ കല്യാണമല്ലേ, നിങ്ങൾ കണ്ടുപിടിച്ച പെണ്ണുമല്ലേ, നിങ്ങളായി നടത്തിയാൽ മതി, എന്നെ പ്രതീക്ഷിക്കണ്ട എന്നായിരുന്നു ജുമാനയുടെ മറുപടി. അങ്ങനെ ജുമാനയും അബൂബക്കറിക്കയും പറഞ്ഞത് കൊണ്ട് നമ്മുടെ സുമിക്കും അറിയാം നാളെ മുനീറിൻ്റെ വിവാഹമാണെന്ന്. ആ ദിവസം സുമിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ തൻ്റെ മുനീറിക്ക മറ്റൊരു പെണ്ണിൻ്റേതാവുകയാണെന്ന് ആലോചിച്ച് അവൾ പോലും അറിയാതെ സങ്കടം അണപൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ ആരും അറിയാതെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഇടയ്ക്കിടെ തേങ്ങിക്കരയുന്നത് നൂറയും ഷൈബയും കേൾക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരും അവളെ സമാധാനിപ്പിച്ചു. ഇത്താത്ത എന്തിനാണ് വിഷമിക്കുന്നത്? ഇത്താത്താനെ വേണ്ടാത്ത ഒരാളെ ഇത്താത്താക്ക് എന്തിനാ? ഇത്താത്ത അതെല്ലാം മറന്നേക്ക്. എന്നിട്ട് ഇനി ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ആലോചിക്ക്. പുതിയ ഒരു ജീവിതവുമായി പൊരുത്തപ്പെടാൻ നോക്ക് ഇത്താത്ത. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങളും വേണ്ടാന്ന് വെക്ക് എന്നെല്ലാം പറഞ്ഞ് അവർ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സുമിക്ക് സമാധാനപ്പെടാനോ
അവളുടെ സങ്കടങ്ങളെ നിയന്ത്രിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബഷീർ മുതലാളിയുടെ വീട്ടിൽ വലിയ പന്തൽ, കൂറ്റൻ പന്തൽ ഉയർന്നു. ആ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിവാഹമായിരുന്നു ബഷീർ മുതലാളിയുടെ വീട്ടിൽ. അന്ന് രാത്രി നമ്മുടെ റഹീമ മുനീറിനെ വിളിച്ചു. കല്യാണത്തിൻ്റെ തലേന്ന് കൊഞ്ചി സംസാരിക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാണല്ലോ എന്ന് കരുതി അവൾ വിളിച്ചപ്പോൾ തന്നെ മുനീറിൻ്റെ മനസ്സിൽ 1000 പൂത്തിരികൾ കത്തി. റഹീമ അവൾ ചെറുപ്പം മുതലേ മുനീറിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പെണ്ണായിരുന്നു. എന്നാൽ അവനെ മറ്റൊരു പെണ്ണ് സ്വന്തമാക്കിയപ്പോൾ അവളുടെ മനസ്സിൽ ആ ഒരു നിരാശാബോധം എന്നും കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തരം കിട്ടുമ്പോഴെല്ലാം ആരിഫായുടെ അടുക്കൽ ചെന്ന്, എന്നാലും നിങ്ങളെല്ലാവരും കൂടി എന്നെ പറ്റിച്ചുവല്ലേ, നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? മുനീർ ആ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളൊക്കെ എന്നെ ഒരുപാട് ആശിപ്പിച്ചതല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ അവൾ ആരിഫാനെ ഇങ്ങനെ കാണുമ്പോഴെല്ലാം കുത്തി കുത്തി പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇടയ്ക്കിടെ ഐഷുമ്മാനെ വന്ന് ആരിഫ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ, എങ്ങനെയെങ്കിലും നമ്മുടെ മുനീറിൻ്റെ തലയിൽ നിന്ന് അവളെ ഒഴിവാക്കിയാൽ നിങ്ങൾക്കറിയുമോ നമ്മുടെ ബഷീറിക്കാൻ്റെ അടുത്ത് എത്ര കോടി മുതലുണ്ടെന്ന്? അതെല്ലാം ഇനി നമുക്ക് സ്വന്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുനീറിൻ്റേതെല്ലാം നമുക്കല്ലേ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ സുമിയെ അവൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് റഹീമായ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടെ കാണുമ്പോഴുള്ള ആരിഫായുടെ ഉപദേശമാണ് നമ്മുടെ ഐഷുമ്മയെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനമെടുപ്പിക്കാനും അതുപോലെ തന്നെ സുമിയെ മുനീറിനെ കൊണ്ട് ഒഴിവാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയാനും അവരെ കൊണ്ട് ഉള്ള ഒരു തീരുമാനം എടുപ്പിച്ചത്. ആ തീരുമാനത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടെല്ലാം തന്നെ നമ്മുടെ റഹീമ ഇന്ന് ഏറെ സന്തോഷവതിയാണ്. കാരണം താൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചത് താൻ നാളെ നേടിയെടുക്കാൻ പോകുന്നു. മുനീർ തൻ്റെ സ്വന്തമാവാൻ പോകുന്നു. താൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അവൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നത്. അതും ഇനി തൻ്റെ വിജയമായി പോകാൻ പോകുന്നു എന്നെല്ലാം ആലോചിച്ചപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. ആ ഒരു സന്തോഷത്തിലാണ് അവൾ മുനീറിനെ വിളിക്കുന്നത്. അസ്സലാമു അലൈക്കും എന്ന് അവൾ സലാം ചൊല്ലി. വഅലൈക്കും അസ്സലാം എന്ന് മുനീർ സലാം അടക്കി. അവൻ തൻ്റെ റൂമിലായിരുന്നു. നമ്മുടെ റഹീമാൻ്റെ കോൾ കണ്ടപ്പോൾ തന്നെ അവൻ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചതാണ്. മോ എന്നെ എന്നെല്ലാം അവൾ ഉപചാരപൂർവ്വം ചോദിച്ചു. അപ്പോൾ നമ്മുടെ മുനീർ പറഞ്ഞു, എന്തൊരു ചോദ്യമാണ് പെണ്ണെ ഇത്? നാളെ നീ എൻ്റേതാകാൻ പോവുകയല്ലേ, എന്നിട്ടാണോ അറിയുമോ എന്നെല്ലാം ചോദിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, സന്തോഷമായില്ലേ? നമ്മുടെ വിവാഹം നമ്മൾ പണ്ട് മുതലേ സ്വപ്നം കണ്ടതല്ലേ, ഇപ്പോൾ അത് നാളെ നടക്കാൻ പോവുകയാണ്. സന്തോഷമായില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പറഞ്ഞു, പിന്നെ സന്തോഷമാവാതെ എന്ത് ചോദ്യമാണ് പെണ്ണെ നീ ചോദിക്കുന്നത്? നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട ജീവിതമല്ലേ ഇത്. അതിനിടയിൽ പലതും സംഭവിച്ചു പോയി. ഇനി അതെല്ലാം മറന്ന് നമുക്ക് നമ്മുടേതായ ജീവിതം ആണ് ഇനി മുന്നോട്ടുള്ളത് എന്നെല്ലാം അവൻ പറഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് കാണാം, ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് റഹീമ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. ഓക്കെ ബൈ ബൈ, എന്നാൽ നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മുനീറും സംഭാഷണം അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ രണ്ടുപേരും സുഖനിദ്രയിലേക്ക് തങ്ങളുടെ പിറ്റേ ദിവസത്തെ ആ ഒരു രാത്രി സ്വപ്നം കൊണ്ട് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം പുലർന്നു. ഇന്നാണ് നമ്മുടെ ഐഷുമ്മയും അതുപോലെ തന്നെ റഹീമയും എല്ലാം കാത്തിരുന്ന ആ ദിവസം. റഹീമയുടെയും മുനീറിൻ്റെയും കല്യാണ ദിവസം. ആ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണമായിരുന്നു ബഷീർ മുതലാളിയുടെ വീട്ടിൽ. അതുപോലെ തന്നെ മുനീറിൻ്റെ വീട്ടിലും ആർഭാടത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം വലിയ കല്യാണം തന്നെയായിരുന്നു. കല്യാണത്തിൻ്റെ ആരവാരങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങിത്തുടങ്ങി. കല്യാണപ്പെണ്ണും ചെക്കനും അങ്ങനെ മംഗലത്ത് തറവാട്ടിൽ എത്തി. തൻ്റെ മകൻ വലിയൊരു കാറിൽ ഉമ്മറത്ത് വന്ന് ഇറങ്ങുന്നതും നോക്കി കണ്ണും നട്ടിരിപ്പായിരുന്നു നമ്മുടെ ഐഷുമ്മ. എന്നാൽ നമ്മുടെ മുനീറാവട്ടെ റഹീമയെയും കൊണ്ടുവന്നത് അവൻ്റെ കൂട്ടുകാരൻ്റെ ചെറിയൊരു കാറിലായിരുന്നു. ഇത് കണ്ട് ഐഷുമ്മ ആകെ സ്തംഭിച്ചു നിന്നു.
അവർ തൻ്റെ കൂട്ടുകാരികളുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കി. കാരണം അവരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ കല്യാണപ്പെണ്ണിനെയും കൊണ്ട് പന്തലിൽ വന്നപ്പോൾ അതിലേറെ നമ്മുടെ ഐഷുമ്മ ഞെട്ടിപ്പോയി. ഒരു 10-100 പവൻ പ്രതീക്ഷിച്ചിരുന്ന ഐഷുമ്മ നമ്മുടെ റഹീമയുടെ മേത്ത് ആകെ കണ്ടത് ഒരു 25 പവൻ്റെ ആഭരണമാണ്. ഇത് കണ്ട് നമ്മുടെ ഐഷുമ്മക്ക് ആകെ തലകറങ്ങുന്ന പോലെ തോന്നി. എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. എല്ലാവരും പോയിട്ട് വേണം എന്താ സംഭവിച്ചത് എന്നൊന്ന് അന്വേഷിക്കണം എന്ന് ഐഷുമ്മ മനസ്സിൽ കണക്ക് കൂട്ടി. എല്ലാവരും ഒഴിഞ്ഞു പോയതിൻ്റെ ശേഷം ഐഷുമ്മ തൻ്റെ മകനോട് സ്വകാര്യത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചു. മുനീർ ഈ സമയം കൊണ്ട് തന്നെ റഹീമയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ ഐഷുമ്മയേക്കാൾ ബുദ്ധിമാനായിരുന്നു ബഷീർ മുതലാളി. അദ്ദേഹം ചെയ്തതെല്ലാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റഹീമക്ക് കൊടുക്കാനുള്ളതെല്ലാം അവളുടെ പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി വെച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് കൂടുതൽ ആഭരണങ്ങളോ സ്വർണങ്ങളോ പണമോ ഒന്നും നൽകാതെ അദ്ദേഹം എല്ലാം തൻ്റെ മകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു. കാരണം അവർക്ക് അറിയാം ഐഷുമ്മയുടെ സ്വഭാവം. എല്ലാം അവർ കസ്റ്റഡിയിൽ വെക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മുനീർ ഐഷുമ്മയുടെ ഒരു കളിപ്പാവയാണെന്ന് ബഷീർ മുതലാളിക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയായിരുന്നു. അവർക്ക് കൂടുതലൊന്നും കൊടുക്കാതെ എല്ലാം തൻ്റെ മകളുടെ സ്വന്തം പേരിൽ അക്കൗണ്ടിൽ ഇടുകയായിരുന്നു അദ്ദേഹം. ഇതിനിടെ റഹീമ തമാശയോടെ പറയുകയും ചെയ്തു, എനിക്കുള്ളതെല്ലാം ഇനി നിനക്കുള്ളതല്ലേ? എൻ്റെ പേരിലായാലും നിൻ്റെ പേരിലായാലും എല്ലാം നമുക്കുള്ളതല്ലേ? അതുകൊണ്ട് ഉപ്പയെല്ലാം എൻ്റെ പേരിൽ ഇടുകയാണ് എന്നായിരുന്നു അവരെ റഹീമ അറിയിച്ചിരുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഐഷുമ്മക്ക് ആകെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവർക്ക് മനസ്സിലായി തൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി തുടങ്ങിയിരിക്കുന്നു എന്ന്.